അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ട്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു ഈശോയെ. കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജന്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ കർത്താവെ. ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വത്സരം പുതിയ സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ദൈവം സ്ഥാപിച്ച മഹത്വത്തിൻ്റെ വാതിലുകളാണ്. ഓരോ ദിവസവും ഞാനെപ്പോഴും ഓർക്കുകയും പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത്, ചില സുവിശേഷ പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. അതായത് വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഈ വചനം മാംസമായാണ് വസിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം, റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ അതിന് ഈശോയുടെ ക്ഷണം വന്ന് കാണുക. പക്ഷേ രസം എന്ന് പറയുന്നത്, ആദ്യം വചനത്തിൻ്റെ ഇവിടെ വസിച്ചതാരാ? ഇസ് ഇറ്റ് ദ അപ്പോസ്റ്റൽസ്? നെവർ നോട്ട്. അല്ലല്ല, അമ്മയാണ് വചനത്തിൻ്റെ കൂടെ ആദ്യം വസിച്ചത്. അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത്. അമ്മയാണ് വചനത്തോട് സംസാരിച്ചത്. കുഞ്ഞും പറയാൻ തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ്. അപ്പം ഈ വചനത്തിൻ്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. വചനത്തിൻ്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ട് മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവാണ്. ഇന്നലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളായിരുന്നു. മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് എലിസബത്താണെന്ന് നമ്മൾ പറയും. പക്ഷേ ലോകത്തോട് അത് പറഞ്ഞത്, മറിയത്തെ ചൂണ്ടിക്കാണിച്ചത്, യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാപയോഹന്നാനാണെങ്കിൽ
മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ടാണ്. സ്നാപകയോഹന്നാൻ്റെ അമ്മയിലൂടെയാണ്. സ്നാപകയോഹന്നാൻ്റെ അമ്മ, സ്നാപകയോഹന്നാനാണ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാപകയോഹന്നാൻ്റെ അമ്മയാണ്. എലിസബത്താണ് പറയണത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത. അത് തന്നെയാണ് സ്നാപകയോഹന്നാനും പറയണത്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല. ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തൻ്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത്. ഈ കൂടെ താമസിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുന്നത് വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ്. എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിന് മുമ്പിലുള്ള ഈ അയോഗ്യത, കർത്താവേ, അത് റോമൻ പൊണ്ടിഫാണ്. റോമൻ പൊണ്ടിഫല്ലേ, റോമൻ പടയാളിയാണ്, സൈന്യാധിപനാണ് അത് മനസ്സിലാക്കിയത്. ജീസസ്, ഐ ആം നോട്ട് വർത്തി ടു റിസീവ് യു ഇൻ മൈ ഹോം. അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചിലിൻ്റെയും ആദ്യ പടി ആണ് നീ അനുതപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയണം. വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിൻ്റെ സാധ്യതയുണ്ട്. നീ വചനം വായിക്കാൻ നേരത്തും വചനം ജീവിക്കാൻ നേരത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെക്കാളുപരി അനുതാപമാണ്. അനുതപിക്കുക, വിശ്വസിക്കുക എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ്. അനുതാപമില്ലാത്ത വിശ്വാസത്തെ, വചനത്തെ കണ്ടെത്താൻ അപര്യാപ്തമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനും എന്താ? അനുതപിക്കുക. തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോസഫച്ചൻ പറയുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മേ എന്നെ അവിടുത്തെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് ജിജി പൂതക്കരി. ഞാൻ ചിക്കാഗോയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, പിള്ളേർ, എൻ്റെ പിള്ളേർ, പിന്നെ എൻ്റെ ഗ്രാൻഡ് ബേബീസ്. ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജാനുവരിയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കൃപാസനത്തെപ്പറ്റി. എല്ലായിടത്തും മാതാവുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ജിജി പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ വരുന്നതും ഞാൻ 2023 ഉടമ്പടി എടുക്കുന്നതും. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ അത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ പരമ്പരയാണ് എൻ്റെ കുടുംബത്തിൽ നടന്നത്. ആദ്യമായിട്ട് ഒരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ മൂത്ത മോൻ്റെ വൈഫ് ലിൻഡ, പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നു കഴിഞ്ഞപ്പം AFP പോസിറ്റീവായിട്ട് വന്നു. അപ്പം പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്നോട്, ഞാൻ അമേരിക്കൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എനിക്കറിയാമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. അതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു. അത് കഴിഞ്ഞു. കൂടാതെ 6 months ആയപ്പോൾ ബാഗ് ബ്രേക്ക് ചെയ്തു. 6 months ബാഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേബി ഉണ്ടായാൽ യൂഷ്വലി 48 hours ബേബി ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞു, മാതാവേ 6 മാസത്തിൽ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അതിനെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ട വരും, പിന്നെ നിയോനാറ്റൽ നഴ്സറിയിൽ ഇടേണ്ട വരും, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എൻ്റെ മാതാവേ, ഈ കുഞ്ഞിനെ 2 മാസവും കൂടെ എങ്ങനെയെങ്കിലും വയബിൾ ആകുന്നോടം വരെ യൂട്രസിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാതാവ് 35 വീക്സിൽ വരെ മാതാവ് ഈ കുഞ്ഞിനെ, even though there was leaking, the baby uterus held the baby, and the baby was born, delivered after 35 weeks, and we got a normal healthy baby. അതാണ് ഞങ്ങളുടെ ബേബി. അവന് നോർമലായിട്ടുള്ള ഒരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അത് ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ മോന്, അവന് ബോസ്റ്റണിലാണ്, MSW സോഷ്യൽ വർക്കറാണ്. അവന് ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ ജോലിയുടെ റിക്വയർമെൻ്റ് ആയിരുന്നു സ്പെഷ്യൽ എക്സാം. അത് 2 പ്രാവശ്യം എഴുതിയിട്ടും അതങ്ങ് പാസ്സാകുന്നില്ല. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ തോറ്റു പോവുക.
അത് കഴിഞ്ഞപ്പം ഈ ഡിസംബർ 3 അല്ല ജാനുവരി 3 ദാറ്റ്സ് ടുമോറോ, നാളെ പിന്നെ സർട്ടിഫിക്കറ്റ് അവിടെ ചെന്നില്ലെങ്കിൽ തിരിച്ച് ചെല്ലുമ്പോൾ ജോലി കാണുകയല്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മാം ഐ ലുക്സ് ലൈക്ക് ഐ എം നോട്ട് ഗോയിങ്, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ പാസ് ബിക്കോസ് ഐ ഫെയിൽ 2 times, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, കീപ്പ് ഓൺ സ്റ്റഡിയിങ് ആൻഡ് ഡു വൺ തിങ്. ഞാൻ എന്നു പറഞ്ഞാൽ ഞാൻ കൃപാസന ഡെയിലി ബ്രെഡിൻ്റെ ഇത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം കൊച്ചിന് ഇവർക്ക് ആർക്കും മലയാളം അറിയാൻ മേല, എഴുതാനും വായിക്കാനും മലയാളം അറിയാൻ മേല, അമേരിക്കൻ ബോൺ പിള്ളേരാണ് ഇവരൊക്കെ. അപ്പം ഞാൻ എന്നിട്ട് മലയാളത്തിലുള്ള എൻ്റെ ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പറയും, മോനെ ഇത് കേട്ടിട്ട് എന്നുവെച്ച് ബ്ലസ്സഡ് മദറിനോട് പറയണം വാട്ട് ഓൾ തിങ്സ് യു നീഡ്, എക്സാം പാസ്സാക്കണമെന്ന് ബ്ലസ്സഡ് മദറിനോട് പറഞ്ഞാൽ മതി. മദർ മേരി അണ്ടർസ്റ്റാൻഡ്സ് ഇംഗ്ലീഷ് ഓൾസോ, അതുകൊണ്ട് യു ക്യാൻ പ്രേ ടു ഹെർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാനിത് അയച്ചു കൊടുത്തു. അവനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഈ അമേരിക്കയിൽ നിന്ന് പോരുന്നേ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, അമ്മേ കൊച്ചിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണം, ഞങ്ങൾ നാട്ടിലേക്ക് വരുവാണ്, അമ്മയെ കൊച്ചിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണം, അതുകൊണ്ട് അവനെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവൻ എക്സാം എഴുതാനിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മോൻ്റെ മാതാവിൻ്റെ രൂപവും അതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കൊണ്ടുപോയി കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചേക്കണം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് അതുപോലെ തന്നെ ചെയ്തു. ഇവൻ എക്സാമിനിരുന്നു. അരമണിക്കൂറിനകം ഒരു 45 minutes ആയപ്പോഴത്തേനോട് എല്ലാം ഇതായി. കൊച്ചിറങ്ങി വന്നു. അവൻ പറഞ്ഞു, മാം ഐ പാസ്ഡ് എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു. സോ ഇറ്റ് ഈസ് എ ബിഗ് മിറക്കിൾ ആൻഡ് ഹീ ഫെയിൽഡ് ട്വൈസ് ആൻഡ് ദ തേർഡ് time he passed. So when he goes back there, there is he can continue the same job. അങ്ങനെ അവന് പരീക്ഷ പാസ്സായി. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂന്നാമത്തെ മോളുടെ കല്യാണം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു. അത് പോർച്ചുഗലിലായിരുന്നു നടന്നത്. അപ്പം ഞങ്ങൾ യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റിന് പോയി. ന്യൂജേഴ്സിയിൽ നിന്നാണ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോർച്ചുഗലിനുള്ളത്. ഞങ്ങൾ ധൃതി വെച്ച് പോയതാണ്. ഞങ്ങളുടെ ബൈ മിസ്റ്റേക്കിൽ എൻ്റെ ഹസ്ബൻഡ് റോങ് ഹാൻഡ് ക്യാരി എടുത്തുകൊണ്ട് പോയി. ഞങ്ങളുടെ ഹാൻഡ് ക്യാരിക്കകത്തായിരുന്നു മോളുടെ മന്ത്രകോടി, മോൾക്കിടാനുള്ള ഡ്രസ്സുകൾ, എനിക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരികൾ, ഹസ്ബൻഡിൻ്റെ സൂട്ട്, ഇതെല്ലാം ഇത് ഞങ്ങൾ അറിയാതെ വേറൊരാളുടെ ബാഗ് ഞങ്ങൾ അറിയാതെ എടുത്തുകൊണ്ട് പോയി. അത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ പോർച്ചുഗലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഞങ്ങളുടെ ബാഗ് എടുത്തുകൊണ്ട് പോയ മനുഷ്യൻ യുണൈറ്റഡിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു റോങ് ബാഗാണ് കിട്ടിയിരിക്കുന്നത്, പെട്ടിയാണ് കിട്ടിയിരിക്കുന്നത്, അത് ആരോ കല്യാണത്തിന് വേണ്ടി പോകുന്നതാണ്, സാരികളായിരിക്കുന്ന മുഴുവനും. അപ്പം പറഞ്ഞു ഇത് അവർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കണം വീക്കെൻഡ് എന്ന് പറഞ്ഞു. അവർ പിന്നെ യുണൈറ്റഡുകാർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്കും എന്നിട്ടും മനസ്സിലാകുന്നില്ല, ഇങ്ങനെ ഞങ്ങളുടെ പെട്ടി മിസ്സായി എന്നുള്ളത് പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഓടിച്ചെന്ന് പെട്ടി തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് 2 പാൻസും 2 ഷർട്ടും ഉണ്ട്, വേറെ ഒന്നുമില്ല. എൻ്റെ മോളുടെ കൊടുക്കാനുള്ള കല്യാണത്തിൻ്റെ ഒന്നുമില്ല. സോ അതിൻ്റെ പിറ്റേ ദിവസം കല്യാണമാണ് കൊച്ചിൻ്റെ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മെറിറ്റെല്ലാം തീർന്നു. ഇനിയിപ്പം ഞങ്ങൾ യൂറോപ്പിൽ കിടക്കുന്നു, ഞങ്ങളുടെ സാരി ന്യൂജേഴ്സി കിടക്കുന്നു USA ഞങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ മെറിറ്റ് തീർന്നു, ഇനി പിന്നേ ഉള്ളൂ മാതാവിൻ്റെ ഇനി ഗ്രേസേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ആകെ ഒരു പെങ്കൊച്ചേ ഉള്ളൂ, എനിക്ക് അവളെ എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ആഗ്രഹം പോലെ നന്നായിട്ട് ഒരുക്കി എനിക്കിഷ്ടമുള്ള സാരി ഇവിടുത്തെ എന്നെ കുഞ്ഞിനെ എനിക്ക് ഇറക്കി വിടണം. അമ്മ എൻ്റെ സാരി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ വാശി പിടിച്ചു അമ്മയോട്. ഞാൻ സങ്കടപ്പെടുകയല്ല ചെയ്ത്, ഞാൻ വാശി പിടിക്കുക ചെയ്ത്. എനിവേ മിറക്കിൾ സംഭവിച്ചു തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും സെയിം റൗട്ടിൽ കൂടെ വരുന്നുണ്ടായിരുന്നു കല്യാണത്തിന് ഇവിടുത്തെ പോർച്ചുഗലിന്. അപ്പം കുരുത്തവും കൊണ്ട് അവർ വന്ന ഫ്ലൈറ്റ് യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. എങ്കിലും ഈ മാതാവിന് പ്ലെയിൻ ഓടിക്കാൻ അറിയാവുന്ന എനിക്കറിയാൻ മേലായിരുന്നു. ഈ സാധാരണ യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റ് ടെർമിനൽ 2 വന്നിറങ്ങുന്നത്. പക്ഷേ ഈ പോർച്ചുഗലിലുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് 12 ഈ പെട്ടി ഈ എൻ്റെ അനിയത്തി വന്ന ഫ്ലൈറ്റ് കൃത്യം കൊണ്ടുവന്ന ഈ പോർച്ചുഗലിൻ്റെ ഫ്ലൈറ്റ് പോരുന്ന അവിടെ തന്നെ കൊണ്ടുപോയി മാതാവ് കൊണ്ടുപോയി ഇറക്കി. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവർ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഞങ്ങളുടെ പെട്ടി കൊണ്ടുപോയവരോട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കൊണ്ടുവന്ന്
ഈ പെട്ടി കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അവരത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിൻ്റെ എയർലൈൻസുകാർക്ക്. അപ്പോൾ അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പെട്ടി അവിടെ കൊണ്ടുവന്ന് പ്ലെയിൻ അവിടെ കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് എന്നെ അനിയത്തി വേഗം ഓടിച്ചെന്ന്, അനിയത്തി ഹസ്ബൻഡും കൂടെ ഓടിച്ചെന്ന് ആ പെട്ടി എടുത്തു. അതുവരെ മറ്റേ പോർച്ചുഗലിൻ്റെ ഫ്ലൈറ്റ് മാതാവ് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവൾ ഓടിച്ചെന്ന് ആ ഫ്ലൈറ്റിൽ ചെന്ന് കയറി അവൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോർച്ചുഗലിൽ വന്നിറങ്ങി. ഞങ്ങൾ പെട്ടി ആദ്യമേ ലൂർദിലെ പോർച്ചുഗലിലെ ഫാത്തിമ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ പെട്ടി കൊടുത്ത് ബ്ലസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ശനിയാഴ്ച കല്യാണം നല്ല മംഗളമായിട്ട് ദൈവം എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ കൊച്ചിനെ നന്നായിട്ട് ഇറക്കി കല്യാണം നന്നായിട്ട് നടത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഇത് 3 മെയിനായിട്ടുള്ള എൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യം പോലും മാതാവ് എനിക്ക് അനുഗ്രഹം തരുന്നുണ്ട്. ഇത് എല്ലാവരും ഇതിൽ വിശ്വസിക്കണം. ഇപ്പം കൃപാസനത്തിൽ ഞാൻ പറയുന്ന കൃപാസനത്തിൽ ഇപ്പം അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെ വന്ന് ഈ അനുഗ്രഹ പെരുമഴ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക, എല്ലാവരും ഇത് സ്വീകരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ അച്ഛന്മാരൊക്കെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവിടെ വരും. ചിക്കാഗോയിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ അച്ഛന്മാരുടെ കയ്യിൽ അവർക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു വിടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ അച്ഛന്മാർക്കും അതുപോലെ അവർ വരുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തു വിടും. അങ്ങനെ പിന്നെ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഉദാരമായിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാനും ഹസ്ബൻഡും ഇത് ചെയ്തു. പിന്നെ ഇതിൻ്റെ വേറൊരു നേട്ടമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഞാൻ ചിലപ്പം മറന്നുപോയാൽ എൻ്റെ ഹസ്ബൻഡ് പറയും, നമുക്ക് പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞ് എത്ര ടയേർഡാണെങ്കിലും പുള്ളിക്കാരന് ഇരുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും പുള്ളിക്കാരന് പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ ഇപ്പോൾ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുത്തു. ഞങ്ങൾ കുറച്ചുകൂടെ ദൈവത്തെങ്കിലേക്ക് അടുത്തു എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് സാക്ഷ്യം പറയുന്നു. താങ്ക് യു വെരി മച്ച്. ആത്മീയമായിട്ട് ഞങ്ങൾ എന്നും പള്ളിയിൽ പോകും. ഞാനും ഹസ്ബൻഡും എന്നും പള്ളിയിൽ പോകും. അതുപോലെ കുമ്പസാരം ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. പിന്നെ ഞാൻ ജോലിയിൽ എൻ്റെ പേഷ്യൻസിന് മരിക്കാറാവുമ്പോൾ അതുങ്ങളുടെ കയ്യെ പിടിച്ച് ഞാൻ അതുങ്ങളോട് പ്രാർത്ഥിക്കും. അതുങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും. എന്നുവെച്ചാൽ ഞാൻ അതുങ്ങൾക്ക് കൊന്ത കൊണ്ടുപോയി കൊടുക്കും. പേഷ്യൻസിന് മരിക്കാറൊക്കെ ആയി കഴിയുമ്പം ഇതുങ്ങൾക്കൊന്നും കൊന്തയൊന്നും അതുങ്ങൾക്ക് ഇല്ലല്ലോ എന്ന്, പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്ന് വരുന്ന പേഷ്യൻസിനൊക്കെ അതും കടയിൽ കൊന്തയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊന്ത കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതുങ്ങൾ മരിക്കാൻ നേരത്തെ എനിക്കിട്ട് ഇങ്ങനെ നോക്കി അതും അങ്ങനെ ഒത്തിരി പേരെ ദൈവത്തെങ്കിലേക്ക് അവസാന നിമിഷം നല്ല കള്ളനെ പോലെ അവസാനം എനിക്ക് ദൈവത്തെങ്കിലേക്ക് തിരിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു. ഞാൻ മെഡിക്കൽ ICUവിൽ ഇൻറ്റൻസീവ് കെയറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ഒത്തിരി പേഷ്യൻസ് മരിച്ചു. പക്ഷേ അവരെ ആരെയും ഞാൻ വെറുതെ വിട്ടില്ല. എല്ലാവരോടും ഈശോയെയും പരിശുദ്ധ അമ്മേനെയും പരിചയപ്പെടുത്തി അവരെ ദൈവത്തെങ്കിലേക്ക് മാറ്റിയിട്ടാണ് അവരൊക്കെ മരിച്ചത്. അതിലെനിക്ക് വളരെ കൃതാർത്ഥയാണ് ഞാൻ ആ കാര്യത്തിൽ. എല്ലാത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 11/1/2023 മുതൽ ഉടമ്പടിയിലാണ്. 2023 ഞാൻ വന്ന ഉടമ്പടി എടുക്കുമ്പോൾ ഒരു GNM നേഴ്സായ എൻ്റെ ആഗ്രഹം പുറത്തു പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. എൻ്റെ കൂട്ടുകാർ എല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവരെല്ലാം OET പാസ്സായി പുറത്തു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ ആദ്യകാലത്ത് ഒന്നും അവർ പറഞ്ഞിട്ടൊന്നും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം കൂട്ടുകാർ പറയുകയും പിന്നീട് എനിക്കത് പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവരികയും ഞാൻ ആ വിശ്വാസത്തിലേക്ക് വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ IELTS എഴുതിയപ്പോൾ മാതാവ് എനിക്ക് UK സ്കോർ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും വിശ്വസിച്ചത്. UK സ്കോർ കിട്ടിയപ്പോൾ എനിക്ക് UK പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഓവർ കോൺഫിഡൻസ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് മാതാവ് കണ്ടതുകൊണ്ട് തന്നെ ആവാം എൻ്റെ IELTS ഇന്ന് എക്സ്പയറായി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും
അവർ പെട്ടെന്ന് ഇലക്ഷൻ പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ബാൻ ചെയ്യുകയും അവർ ഒരു വിസ പോലും ഇഷ്യൂ ചെയ്യാതിരിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മെറിറ്റ് എന്നുള്ള എൻ്റെ അഹങ്കാരം ഞാൻ താത്തുവെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി തുടങ്ങിയതെല്ലാം ഭൗതിക നിയോഗങ്ങൾ വിട്ട് ആത്മീയ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒരു അക്രൈസ്തവയായ ഞാൻ മാതാവ് എന്താണെന്നറിയാനും ദൈവവിശ്വാസത്തിലോട്ട് ആഴുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നറിയാനും ഉള്ള രീതികളായിരുന്നു ഞാൻ പിന്നെ ഉടമ്പടി പാലിച്ചു പോരുന്നത്. കൃത്യമായി എല്ലാ പ്രാർത്ഥനയും 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കൂടുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഭൗതിക നിയോഗം പോലും അമ്മയോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ഇഷ്ടപ്പെടാൻ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ അങ്ങോട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം എനിക്കതിനുള്ള അനുവാദം തന്നാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നു ഇത്രയും വർഷമായി. 5ാം പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാനൊരു എല്ലാ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടും, കാരുണ്യ പ്രവർത്തികൾ ചെയ്യും, എല്ലാം കൃത്യമായി ചെയ്യും. പക്ഷേ ഞാൻ എന്നിട്ടും ആഗ്രഹിച്ചില്ല പുറത്ത് പോകണമെന്ന്. 5ാം ഉടമ്പടി പുതുക്കി ഞാനൊരു മീറ്റിങ്ങിലിരിക്കെ, ഞാനൊരു താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ മീറ്റിങ്ങിലിരിക്കെ ആ ചൊവ്വാഴ്ച ദിവസം എൻ്റെ ഒരു പഴയ സുഹൃത്ത്, പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, നിനക്ക് ഇങ്ങോട്ടേക്ക് പോരരുതോ, എക്സാം എഴുതരുതോ, പുറത്തൊന്നും നോക്കരുതോ, ഇത്രയും കഴിവുണ്ടായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, കഴിവിലല്ല കാര്യം, എനിക്കൊരു മെറിറ്റും ഇല്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് ഞാൻ ആ അയച്ച കൂട്ടുകാരന് തിരിച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ പിന്നീട് എനിക്കൊരു സംശയം, ഇത് അമ്മ എന്നെ തോന്നിപ്പിച്ചാണോ ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നെങ്കിൽ. പിന്നെ എനിക്ക് പേടിയായിരുന്നു, കാരണം എനിക്ക് എൻ്റെ മെറിറ്റെന്ന് വിശ്വസിക്കാൻ എനിക്കൊരാഗ്രഹവും ഇല്ല. അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ വന്നു. സന്ധ്യാപ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കിന്നൊരു ഉത്തരം തരണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ടോസിട്ട് നോക്കും. അങ്ങനെ ടോസിട്ട് നോക്കിയപ്പം അമ്മ മുന്നോട്ട് നീങ്ങാൻ തന്നെ പറഞ്ഞു. ഞാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങി അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുൻപ് ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കൂടുകയും ചെയ്തു. അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. എക്സാം സെൻറ്റർ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ട്രെയിനിൽ ചെന്നൈയിലായിരുന്നു എക്സാം. ചെന്നൈ ഞാൻ താമസിച്ച ഹോട്ടലിൽ, റൂമിൽ എല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എക്സാം കിട്ടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതുപോലെ പാടായിരുന്നു. എനിക്ക് പാസ് മാർക്ക് പോലും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത്, പക്ഷേ ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും. കാരണം അറിയുമ്പോൾ വിഷമപ്പെടിക്കണ്ട. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, ഉറച്ച് വിശ്വസിച്ചു അമ്മ എൻ്റെ ഒപ്പം വരുമെന്ന്. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അവിടെ ചെന്ന് എക്സാം സെൻറ്ററിൽ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സെക്യൂർഡായിട്ടുള്ളൊരു എക്സാമിന് ഒരു ആർട്ടിക്കിളും പുറത്തുനിന്ന് കയറ്റാൻ പറ്റാത്ത ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ട് അവർ കാണാതെ ഞാൻ അതും കൊണ്ട് കയറി. ഒരു നുള്ളുപ്പ് എൻ്റെ സീറ്റിനടിയിലും ഞാൻ ആ മേശപ്പുറത്തും അവർ കാണാതെ ഞാൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കറിയില്ല, എൻ്റെ എക്സാമിന് അമ്മ എനിക്ക് മുൻപേ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എക്സാം കൗണ്ട് ഡൗൺ തുടങ്ങി. സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല. 800 മാർക്കിലുള്ളത് 500 മാർക്ക് വേണം പാസ് മാർക്ക്. ഒരു ചോദ്യം പോലും അറിയാത്ത എനിക്ക് ഉറക്കവും ക്ഷീണവും വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം തനിയെ എൻ്റെ മനസ്സിൽ ഓപ്ഷൻസ് ABC ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ഓപ്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നി, ഇത് എത്രാമത്തെ ചോദ്യമാണ്, ഇനി എത്ര സമയം കൂടെ ബാക്കിയുണ്ട്, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇനി ടൈം ഔട്ട് ആവുമോ, എനിക്ക് പാസ്സാവത്തേ ഇല്ല എന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി, ഇനി എൻ്റെ മെറിറ്റിലില്ല, അമ്മ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ എനിക്ക് വിഷമവും വരുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മ എനിക്കിത് സമയം അറിയാൻ പറ്റുന്നില്ലല്ലോ കമ്പ്യൂട്ടറിൽ എവിടെയാണെന്ന്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഈ സമയം എത്ര ആണെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഗ്രേ ബനിയനിട്ട ലേഡി എക്സാം സെൻറ്റർ പുറത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത്. എനിക്ക് തിരിച്ച് തമിഴ് പറയാൻ അറിയില്ല. ഞാൻ അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ എന്താ അത്? അവർ അവസാനം എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പം ആ സ്ത്രീ എൻ്റെ മൗസ് മേടിച്ച് എന്നെ തൊട്ട് കാണിച്ചു, നിൻ്റെ ടൈം ഇനി 20 മിനിറ്റും കൂടി ഉള്ളൂ ചോദ്യം തീരാൻ ആ 20 മിനിറ്റ് ഉള്ളപ്പോഴാണ് ആ ലേഡി എൻ്റെ അടുത്ത് വരുന്നത്.
ഇനി ചോദ്യങ്ങൾ ബാക്കി 100 ചോദ്യങ്ങൾ കൂടെ കിടക്കുന്നു എന്ന് അവരെന്നെ കാണിച്ചു തന്നു. ആ 20 മിനിറ്റ് കൊണ്ട് ആർക്കും പറ്റത്തില്ല ആ ചോദ്യങ്ങൾ വായിച്ചു തീർത്ത് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കൽ, സർജിക്കൽ, അതുപോലുള്ള പാടുള്ള സബ്ജക്റ്റുകളാണ്. അങ്ങനെ ആ 20 മിനിറ്റ് കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ABC എന്നുള്ള ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് ഞാൻ പോയി. വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് അന്നേരം കിട്ടുന്ന ഉത്തരങ്ങളാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയി. എക്സാം സെൻറ്ററിൽ ഞാൻ വിഷമിച്ച് അതിയായ വിഷമത്തോടെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, അമ്മ, ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്, എനിക്കൊരു ഉറപ്പുമില്ല ഈ എക്സാം പാസ്സാവുമെന്ന്. ഇത്രയും എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് ഇത് തിരിച്ചെടുക്കുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ അമ്മയോട് ചോദിച്ചു. എഴുന്നേറ്റപ്പോൾ എൻ്റെ സീറ്റിനടിയിൽ ഒരു മുല്ലപ്പൂ കിടക്കുന്നു. ആ മുല്ലപ്പൂ ഞാൻ ഓർത്തിതാരാ മുല്ലപ്പൂ എടുത്തുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി അവിടെയുള്ള എക്സാം കോർഡിനേറ്റേഴ്സിനോടെല്ലാം ചോദിച്ചു, ഈ മുല്ലപ്പൂ. അന്നേരം അവരെന്നോട് തിരിച്ചു പറഞ്ഞു, ഒരു ഹെയർ ആർട്ടിക്കിൾ പോലും കയറ്റാത്ത നിങ്ങളുടെ ഹെയർ ആർട്ടിക്കിൾ അഴിച്ചു വെപ്പിച്ചെങ്കിൽ ആ മുല്ലപ്പൂ എവിടുന്ന് വന്നു? നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അല്ല, ഇത് എൻ്റെ സീറ്റിനടിയിൽ കിടന്നതാണ്. അല്ല, ഇവിടെ ഒരു ഹെയർ ആർട്ടിക്കിൾ എന്നല്ല, ഒരു സാധനങ്ങളും, ഒരു ജപമാല പോലും ഉള്ളിൽ കയറ്റാത്ത നിങ്ങളുടെ സീറ്റിനടിയിൽ ഇങ്ങനൊരു സാധനം വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും ഹെയർ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മേൻ്റെ അടുത്ത് വന്നതാണ്, അതാണ് എനിക്കൊരു മുല്ലപ്പൂ തന്നെ എന്നെ അടയാളം സ്ഥിരീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെയും എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥന നടത്തുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം ഹസ്ബൻഡിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ എക്സാം തോക്കുമായിരിക്കും, എക്സാം കിട്ടത്തില്ലായിരിക്കും. അന്നേരം ഹസ്ബൻഡ് പറയും, നീ മാതാവി വിശ്വസിക്കുന്നില്ലേ, അപ്പം നിനക്ക് എക്സാം കിട്ടും എന്ന് ഹസ്ബൻഡ് എന്നോട് പറയും. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ കുറേ ആളുകളുടെ മാർക്ക്, അതിൽ എൻ്റെ മാർക്കും കുറേ പേരുടെ മാർക്ക് മാത്രം വെള്ള കോളത്തിൽ, ബാക്കിയുള്ളവരുടെ എല്ലാം കറുത്ത കോളത്തിലാണ് മാർക്ക്. ആ മാർക്ക് കണ്ടത് 42, വെറും 42 എന്ന മാർക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയം നോക്കി, 3 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി 42 എന്ന് പറഞ്ഞാൽ 842 മാർക്ക് തോറ്റു എന്നാണ്. ഞാൻ തോറ്റു എക്സാം എന്ന് ഞാൻ വിചാരിച്ചു. അവസാനം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ആ മാസാവസാനം എൻ്റെ എക്സാമിന് റിസൾട്ട് വന്നു. 542 എന്ന മാർക്ക് തന്ന് അമ്മ എന്നെ വീണ്ടും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തി. അന്നേരം ഞാൻ 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് 1000 നന്ദി ഞാൻ അറിയിച്ചു. എനിക്ക് വിഷമമാണോ സന്തോഷമാണോ, അമ്മയെ കെട്ടിപ്പിടിക്കാനുള്ള അത്രയും സ്നേഹം എനിക്ക് അമ്മയോട് തോന്നി. അമ്മേനെ വീണ്ടും വീണ്ടും അമ്മയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം വീണ്ടും ഡിലേ ആയി. എൻ്റെ കൂടെയുള്ളവരെല്ലാം കയറിപ്പോയി, കുറേ പേരുടെയൊക്കെ മെഡിക്കൽ റിജക്റ്റായി. ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പക്ഷേ എന്നും എല്ലാ മാസവും ഇവിടെ വരും, എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഒരു അക്രൈസ്തവയെ നീ എന്തിനാ എല്ലാ മാസവും ഇവിടെ വരുന്നത്? പക്ഷേ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അമ്മയെ കാണും. ആ മാസത്തെ പത്രങ്ങൾ എനിക്ക് നിർബന്ധമാണ്, എല്ലാ മാസത്തെ പത്രങ്ങളും മേടിക്കണം, അത് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ ഞാൻ എല്ലാ മാസത്തെ പത്രങ്ങളും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഞാൻ മേടിച്ച പത്രത്തിൽ ജപമാല മാസം, ആ മാസത്തിൽ ഞാൻ എഴുതിയിട്ടു. ആ ഒരു ഡേറ്റ് ഡിസംബർ 17 എന്നൊരു ഡേറ്റ് ഞാൻ എഴുതിയിട്ടു. പക്ഷെ ഞാൻ പോലും മറന്നുപോയി ആ ഡേറ്റ് എഴുതിയിട്ടത്. ആ ഡേറ്റ് എഴുതി ഞാൻ എല്ലാ മാസത്തെ ഒരു പത്രം എന്നേലും പോകാൻ പറ്റും എന്ന്, വിദേശത്ത് പോകാൻ പറ്റും എന്ന ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അമ്മ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തിൽ ആ പത്രങ്ങളെല്ലാം ഞാൻ ശേഖരിച്ച് ആ ഫയലിൽ വെക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്ക് പാടായിരുന്നു, ഇൻ്റർവ്യൂ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് കലണ്ടറിൽ നോക്കിയപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ പുറത്ത് നിന്നപ്പോഴേ ഇൻ്റർവ്യൂ വന്നതും ചൊവ്വാഴ്ച. അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ചൊവ്വാഴ്ച ഇത് അമ്മ കൊണ്ടു തന്ന ഇൻ്റർവ്യൂ ആണ്. എന്നിട്ട് ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മ തന്നാണെങ്കിൽ എനിക്ക് വീണ്ടും ഒരു അടയാളം കൂടെ തരണം. അന്ന് തന്നെ അമ്മ എൻ്റെ വിസ നമ്പരും ഇട്ട് തന്നു. ഞാനപ്പോൾ ഉറപ്പിച്ചു അമ്മ തന്നാണ്. ആ ചൊവ്വാഴ്ച എനിക്ക് വിസ നമ്പരും ഇൻ്റർവ്യൂ ഓഫർ ലെറ്ററും അമ്മ അനുഗ്രഹിച്ച അമ്മ തന്നെയാണ് എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അതിൻ്റെ പിറ്റേന്ന് മെഡിക്കലിന് വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡും ഒക്കെയുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇത്രയും പല ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് മുൻപേ അമ്മ അവിടെ എത്തണം, എങ്കിൽ മാത്രമേ എനിക്ക് മെഡിക്കൽ കിട്ടത്തുള്ളൂ. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ എക്സ്റേ പാച്ചുണ്ട്, എക്സ്റേയിൽ പാടുകളുണ്ട്. എൻ്റെ നെഞ്ചിൽ എക്സ്റേയിൽ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അപ്പം എനിക്ക് മുൻപേ എല്ലായിടത്തും അമ്മ ചെല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ക്രൈസ്തവയായതുകൊണ്ട് ബൈബിള് വചനങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ മനപ്പാടമില്ല. ആ മനപ്പാടം ആവാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്
എറണാകുളത്തായിരുന്നു മെഡിക്കൽ. എറണാകുളം വരെ കൊന്ത ജോലിയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഓരോ റൂമിലും ഞാൻ കയറുകയാണ്. കയറുമ്പം ഞാൻ വളരെ ടെൻഷനോട് കൂടിയാണ് കയറുന്നത്. ഉപ്പും ഈ പറഞ്ഞ പോലെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടേക്കുന്നത്. അവർ കാണാതെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ട് തൈലം ബാഗിനകത്ത് പാത്ത് വെച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് തൈലം ഞാൻ നെഞ്ചിൽ തേച്ച് എക്സ്റേ റൂമിൽ കയറി ബ്ലഡ് കൊടുക്കാൻ നേരം ബ്ലഡിൽ കയ്യിൽ ഞാൻ തേച്ചിട്ട് ആ കുത്തുന്ന ഭാഗത്ത് അവരെടുത്തോട്ടെ ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ ഞാൻ തേച്ചാണ് മെഡിക്കൽ റൂമിലെല്ലാം കയറി ലാസ്റ്റ് റൂമിൽ ECG റൂമിൽ കയറുന്നതിന് മുൻപ് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് മുൻപേ ഒരു ലേഡി ഈ ജോസഫ് അച്ഛൻ തന്ന ആ കാശ് രൂപം അണിഞ്ഞ് ഒരു ലേഡി എനിക്ക് മുൻപേ കയറുന്നുണ്ട്. എല്ലാ റൂമിലും കയറി ആ സ്ത്രീ തിരിച്ചിറങ്ങിയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വാക്സിൻ റൂമിൽ ഞാൻ കയറിയപ്പോഴും ആ ലേഡി അവിടെ കയറി ഇറങ്ങി ഞാൻ വെളിയിൽ വന്നിരുന്നു. അവരെൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നു. എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു സൗദി. ആദ്യമായിട്ടാണോ? ഞാൻ പറഞ്ഞു അതെ. പേടിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇവിടോട്ടാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു സ്ഥലമായിട്ടില്ല, ഇന്ന സ്ഥലമാണ്, ഇന്ന ഹോസ്പിറ്റലാണ്. അന്നേരം എന്നോട് പറഞ്ഞു പേടിക്കണ്ട, പണ്ട് ഞാൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്നെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഈ കാശ് രൂപം ഇങ്ങനെ ഞാൻ കാശ് രൂപത്തിലുള്ള കൂടുതൽ നോക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോകുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. പേടിക്കേണ്ട, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എനിക്ക് അടയാളം തന്ന് സ്ഥിരീകരിച്ചാണ്. എനിക്ക് മുൻപേ അമ്മ പോകണമെന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, യാചിച്ചത്. എനിക്ക് മുൻപേ അമ്മ എല്ലാ റൂമിലും കയറി ഇറങ്ങി എന്നെനിക്ക് ഞാൻ വിശ്വസിച്ചു. 3 മണിയായപ്പോൾ എൻ്റെ മെഡിക്കൽ റിസൾട്ട് വന്നു. അമ്മ മെഡിക്കൽ ഫിറ്റാക്കി തന്ന് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് വിസയ്ക്ക് കൊടുക്കണമ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാ കാര്യങ്ങളും എൻ്റെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ വിസയെ എനിക്ക് ചൊവ്വാഴ്ച തന്നാൽ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എനിക്ക് ഉറപ്പായേനെ. അങ്ങനെ അവസാനം ചൊവ്വാഴ്ചയാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എനിക്ക് ഇട്ട് തരുന്നതും ചൊവ്വാഴ്ചയായിരുന്നു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇപ്പം ഞാൻ വിസയും കൈപ്പറ്റി നേരെ എറണാകുളത്തുനിന്ന് വിസയും കൈപ്പറ്റി നേരെ ഇങ്ങോട്ടാണ് വന്നത് അമ്മയോട് സാക്ഷ്യം പറയാനായിട്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രധാനമായും കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ. ഞാൻ ഫീൽഡ് തല ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ക്യാൻസർ രോഗികളൊക്കെ കാണാൻ പറ്റും. അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യും. പിന്നെ പത്രം വാങ്ങിച്ച് ആദ്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടേ മറ്റാർക്കും കൊടുക്കത്തുള്ളൂ. കാരണം കുറേ പേര് എന്നെ നോക്കി ഇരിക്കുന്നവരുണ്ടായിരുന്നു ഫീൽഡിൽ, അവർ ആ പത്രം വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൂടാതെ ഞാൻ വിശേഷവിധിയായി ജോസഫ് അച്ഛൻ പറയും വിശേഷവിധിയായി ചെയ്യണം എന്തെങ്കിലും ധ്യാനത്തിൽ, അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് അച്ഛൻ പറയും. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ആലോചിച്ചു, സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, വിശേഷവിധിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് കൈവച്ച് എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് ഞാൻ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പിന്നെ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്കൊക്കെ ധനസഹായം, എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളാണെങ്കിലും ഞാൻ ഓൺലൈനിൽ എനിക്കറിയാവുന്ന ആളുകൾക്ക് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഏറ്റവും ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശത്രുക്കളോട് ക്ഷമിക്കാൻ പറ്റിയത്, എനിക്ക് ഭയങ്കര മനസ്സിൽ പകവച്ച് പെരുമാറുന്ന സ്വഭാവമായിരുന്നു. എന്നോട് മോശമായിട്ട് പെരുമാറിയ ഓരോരുത്തരോടും ഞാൻ അങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ട് അവരോടൊക്കെ എളിമപ്പെട്ട് അങ്ങോട്ട് കയറി മിണ്ടാനും അങ്ങോട്ട് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ എനിക്ക് അതിനുള്ള കൃപയും അമ്മ എനിക്ക് തന്നു. മാതാപിതാക്കളോടാണേലും എല്ലാവരോടും എനിക്ക് അനുകമ്പയും, ഒരു വയ്യാഴിയെന്ന് പറഞ്ഞാൽ ആരോടായാലും അനുതാപവും അനുകമ്പയും എല്ലാം, എനിക്ക് തെറ്റ് ചെയ്താൽ കുറ്റബോധവും എല്ലാം എനിക്ക് അമ്മ അതിനുള്ള കൃപയെല്ലാം തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി സാക്ഷ്യങ്ങൾ പറയാൻ അമ്മ എനിക്ക് അനുഗ്രഹം തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിവ്യകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അഞ്ജു പൗലോസ്. ഞാൻ അങ്കമാലിയിൽ അടുത്തുള്ള അയ്യുമ്പഴയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളത്. എൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാൻ നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞു. ഞാൻ OET ഒക്കെ പഠിച്ചു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് OET ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ OET പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി. പക്ഷേ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിൽ എൻ്റെ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വന്ന് ഒരുപാട് ഡൗൺ ആവും.
അപ്പോൾ എൻ്റെ ആൻറ്റിയും എൻ്റെ മമ്മിയും ഭയങ്കര പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മോൾ പേടിക്കണ്ട, നമുക്ക് ഇനി എഴുതാലോ, ഞാൻ ആൻറ്റി കൃപാസനത്തിൽ വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒരു ഡേറ്റും കൂടെ എടുക്ക്, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ഒരു മൊഡ്യൂളിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊന്ന് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു തവണയും കൂടി എഴുതി. അപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിന് പോയി. എനിക്ക് ആകെ സങ്കടമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എന്നാൽ നീ എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തിൽ വാ. എനിക്കങ്ങനെ അറിയില്ല, കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ നീ എൻ്റെ കൂടെ ഒന്ന് വാ, അൽത്താരയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം, ഒരു ഞായറാഴ്ച, ഞാൻ ഈ അൽത്താരയിൽ മുമ്പിൽ വന്നിരുന്ന് അമ്മയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണം, എൻ്റെ വലിയൊരു സ്വപ്നമല്ലേ, എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പക്ഷേ ഉടമ്പടി എടുത്തില്ല. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, വേണ്ട ഉടമ്പടി എടുക്കണ്ട, പ്രാർത്ഥിച്ചിട്ടില്ലേ, നമുക്ക് മാതാവ് ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എക്സാം, എൻ്റെ കൂട്ടുകാരിക്ക് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു UK-ന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എടി നീ ഒരു തവണ കൂടെ എഴുതുക, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം, അവളുടെ ചേച്ചി അവിടെയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ആടി ഞാനന്ന് ഒന്നും കൂടെ എഴുതാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടമ്പടി എടുക്കാതെ ഞാൻ ഒരു തവണയും കൂടെ എഴുതി. അപ്പോഴും സെയിം മൊഡ്യൂളിന് തന്നെ ഞാൻ പിന്നെയും പോയി. ഭയങ്കര സങ്കടമായിപ്പോയി, വളരെയേറെ തകർന്നു പോയി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് കൃപാസനത്തിൽ വരാം, വന്ന് ഉടമ്പടി നീ എന്തായാലും എടുക്കണം, ആൻറ്റിയും വരാം, ആൻറ്റി പറഞ്ഞു തരാം, കൂടെ ഇരിക്കാം, മമ്മീനെയും കൂട്ടി. എൻ്റെ മമ്മി ഒരുപാട് വിഷമിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാത്രി ഇന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ കൃത്യമായി എല്ലാം രാവിലെ 5:30 എണീക്കും, പ്രാർത്ഥിക്കും. എൻ്റെ OET-യുടെ ഓരോ മൊഡ്യൂളും ഞാൻ മാതാവിൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ വെക്കും. മാതാവിന് ഒരു കത്ത് എഴുതും, മാതാവ് ഈ പ്രാവശ്യം എന്നെ വിജയിപ്പിക്കണം കേട്ടോ, ഇനി ഞാൻ എഴുതില്ല, ഇനി എനിക്ക് പറ്റില്ല എഴുതാൻ, എൻ്റെ പപ്പയുടെ കയ്യിൽ കാശില്ല, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറും, ഞാൻ വെറുതെ ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ വന്നു. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂട്ടിന് ആരുമില്ല, ഞാൻ ആകെ തന്നെ വന്ന് പരീക്ഷ എഴുതി. മാതാവിനോട് ചോദിച്ചിട്ട് ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് ഹാളിൽ ചെന്നപ്പോൾ ആകെ പേടി, വിറയൽ. പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, അതുപോലെ തന്നെ തൈലവും തന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പ്രാർത്ഥിച്ച് തൈലം പുരട്ടി. കയ്യിൽ ഞാൻ ഉപ്പ് കെടാൻ പറ്റില്ല, അപ്പം ഞാൻ കയ്യിലൊക്കെ ഇങ്ങനെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കയറുന്നതിന് മുമ്പ് ആ ഹാളിൻ്റെ അവിടെ ചെറിയ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, എന്നെ വിജയിപ്പിക്കണം, എൻ്റെ കൂടെ വരണം, സഞ്ചാരി മാതാവല്ലേ, കൂടെ വരണം എന്ന് പറഞ്ഞ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയി ഞാൻ പരീക്ഷ എഴുതി. റീഡിങ് എനിക്ക് ഭയങ്കര പാട്, ലിസണിങ് കേൾക്കാൻ പറ്റണില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. എന്നിട്ട് ഞാനത് എഴുതി. പക്ഷെ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര, അമ്മ പറഞ്ഞു തരും പോലെ എനിക്ക് തോന്നി. സ്പീക്കിംഗ് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലും. അത് കഴിഞ്ഞ് ഞാൻ എഴുതി വന്നു. അപ്പോഴും ബൈബിളൊക്കെ വായിച്ച് ഞാൻ സമർപ്പിച്ച് എന്നെപ്പോലെ ആ ഹാളിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് മാത്രം അവർ പബ്ലിഷ് ചെയ്തില്ല, അത് വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. ആകെ സങ്കടമായിപ്പോയി. അമ്മ എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് അറിയാൻ പോലും എനിക്ക് പറ്റണില്ലല്ലോ അമ്മയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താ അമ്മയെ വിത്ത്ഹോൾഡ് ചെയ്ത്? അപ്പം ഞാൻ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് ചിലപ്പോൾ അങ്ങനെ വിത്ത്ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ തോറ്റുകൊണ്ടായിരിക്കും വിത്ത്ഹോൾഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തില്ല, അങ്ങനെ എന്നെ തോൽപ്പിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികളുടെ ഞാനിങ്ങനെ കുറേ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ 2-3 പേരുടെ അങ്ങനെ വിത്ത്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് ഒന്നും എൻ്റെയും വന്നിട്ടില്ല. അപ്പോൾ ആകെ സങ്കടമായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു. എനിക്കത് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. മെയിൽ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു റൂമിൽ പോയി ഞാനൊന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് കാശുരൂപം സമർപ്പിച്ച് മെയിലിൽ വെച്ച് ഞാൻ മെയിൽ തുറന്നു. അമ്മ എനിക്ക് അയർലൻഡ് സ്കോർ തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ പപ്പയും മമ്മിയുടെ ഒക്കെ സന്തോഷം എനിക്കപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹം. അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം വന്നത്, റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു, ആരെയും എടുക്കണില്ല. അപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ എൻ്റേതായ രീതിയിൽ അപ്പോൾ എല്ലാം സ്വപ്നങ്ങളും ഉണ്ട്. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, എന്താ അമ്മ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് ഇല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ പപ്പയുടെ ഒരു കൂട്ടുകാരൻ അയർലൻഡ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, നീ വിസ്ത ഏജൻസിയിലൊന്ന് കൊടുത്തു നോക്കുക, അവിടെ പിള്ളേരെ എടുക്കുന്നുണ്ട്, നീ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു.
ഞാൻ പപ്പ എന്നോട് പറഞ്ഞപ്പോൾ പപ്പ അയർലൻഡിന് ഇനിയും കാശാവില്ലേ, വേണ്ട പപ്പ, ഞാനിപ്പോൾ കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ വല്ല സൗദിയൊക്കെ പൊക്കോളാന്ന് പറഞ്ഞു. പക്ഷെ പപ്പ സമ്മതിച്ച്, കാശ് നോക്കട്ടെ, നീ പൊക്കോ, എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊടുത്തപ്പോഴും ആ വിസ ഏജൻസിക്ക് കാശ് കൊടുക്കണ ആ ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിലുള്ളതെല്ലാം നുള്ളി പറിക്കാൻ അമ്മ ഞാൻ തരണേ. ഇനി എൻ്റെ കയ്യിൽ അങ്ങനെ പപ്പനോട് എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. പപ്പ ഒരു കർഷകനാണ്, രാപകലില്ലാതെ കഷ്ടപ്പെടുക, എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. ഒരു വഴി എനിക്ക് ഇവിടെ തുറന്നു തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല. എന്നെ പോലെ തന്നെ എന്തോരം കെട്ടിക്കിടക്കുന്ന കുറേ പിള്ളേരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അമ്മ എന്നെ സെലക്ട് ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു വിളി വന്നു, ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അയർലൻഡിലോട്ട്, സ്ക്രീനിങ് ഉണ്ട്, മോള് വരുമോ പേപ്പർ അയക്കുമോ എന്ന് വെച്ചു. അപ്പം ഞാൻ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പം ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അയച്ചു. അവരെന്നെ സ്ക്രീനിങ് ടെസ്റ്റിലും ഞാൻ മാതാവിൻ്റെ കാശിരൂപം വെച്ചുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിങ് ടെസ്റ്റിൽ എന്നെ പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് മെയിൻ ഇൻ്റർവ്യൂ ഹോട്ടൽ മെറിറ്റിൽ വെച്ച്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വെൽ ഡ്രസ്ഡ്, പ്രിപ്പയർ ചെയ്യുന്നു. ഞാനാണെങ്കിൽ അത്ര വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പ്രത്യക്ഷീകരണ ബുക്ക് ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ വായിച്ച് നോക്കുക, എന്തെങ്കിലും പഠിക്കുക. അപ്പം നമുക്ക് അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇറങ്ങി വന്ന പിള്ളേരൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ട, എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചോളൂ എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ ഇറങ്ങിയ എല്ലാ പിള്ളേരും ഇൻ്റർവ്യൂവിന് ഫെയിലായി എന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെയാണ് വരണേ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആദ്യത്തെ സ്ലോട്ട് എൻ്റെയാണ്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരട്ടെ, അപ്പോഴും അത് കഴിഞ്ഞിട്ട് നീ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ച് കയറി. എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് തന്നാൽ മതി, വേറെ ആരും വേണ്ട, എനിക്ക് അവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലെങ്കിലും അമ്മ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ചില ആൻസറുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മാഡം എൻ്റെ ആൻസർ കേട്ടിട്ട് തിരിഞ്ഞിരുന്നു, ആ കസേരയും കൊണ്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ എന്താ. പക്ഷെ ഞാൻ അവിടെ കാശുരൂപം, എൻ്റെ കയ്യിലൊരു ഇച്ചിരി ഉപ്പും ഞാൻ അവിടെ വിതറിയിട്ട് പോയി. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞൊരു മെയിൽ വന്നു, ഞാൻ പാസ്സായി, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. അത് എനിക്ക് എക്സാം ഫീസ് പോലും അടയ്ക്കേണ്ട വന്നില്ല, അതെല്ലാം അവർ തന്നെ എടുക്കണേ. പിന്നെ അതിനു വേണ്ടി ഞാൻ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞു. ഓക്കെ, ഞാനായിട്ട് ഡ്യൂട്ടിക്ക് കയറി. പിന്നെ എല്ലാം നോർമലായിട്ട് തന്നെ പോയി. പിന്നെ എനിക്കൊരു പോകേണ്ട സമയമായപ്പോൾ DL പുതുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ DLന് വെച്ചു. DLന് വെച്ചപ്പോൾ എനിക്ക് 2 പ്രാവശ്യം റിജക്ഷൻ വന്നു ഒരു പേപ്പറിൻ്റെ കാര്യത്തിന്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങും, എത്രയും പെട്ടെന്ന് DL വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത്ര വരെ എത്തിയില്ല, ഇനി ഇതും എന്നെ സഹായിക്കണം, മാതാവ് കൈവിടരുത്, എനിക്ക് വേറെ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 3ാമത് വെച്ചപ്പോൾ അമ്മ എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വിസയ്ക്ക് വെച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ വെക്കുക കേട്ടോ, അമ്മ തന്ന സമ്മാനമാണ്, ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് അമ്മയോട് വിസയ്ക്ക് വെച്ചു. അതെന്നെ ലാസ്റ്റ് 2-3 ദിവസമായപ്പോൾ പിന്നെ എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ എക്സാം ഡേറ്റ് എനിക്ക് എടുക്കാൻ പറ്റണില്ല എന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എല്ലാം ചെയ്തു, അവസാന നിമിഷം എന്നെ പരീക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒന്നും കൂടെ എൻ്റെ DL ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എക്സാം ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ജനുവരി 19 എൻ്റെ സ്വപ്ന നാടായ അയർലൻഡിലോട്ട് പോവുക. എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ജനുവരി 24-25 എൻ്റെ പരീക്ഷയാണ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ. അമ്മ എന്നെ കൈവിടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അത് എത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായാലും അമ്മ എന്നെ വിജയിപ്പിക്കും. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പം ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക്, അതായത് ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിലാണ് നിന്നിരുന്നത്. അപ്പോൾ സർജറിക്ക് പോകും മുമ്പ് രോഗികളുടെ ആ ഒരു വേദന, അതായത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള അവരുടെ നിരാശയും കുടുംബത്തിൻ്റെ നിരാശ മുഴുവൻ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മ ഒന്ന് കൂടെ പോകണം, ആ കുടുംബത്തെ അമ്മ രക്ഷിക്കണം എന്ന് അമ്മയോട് പറയാറുണ്ട്. അങ്ങനെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ സന്ദർശിക്കും. ഇപ്പോൾ ഒരു ആംബുലൻസ് പോയാൽ പോലും ഞാൻ പറയും, സഞ്ചാരി മാതാവേ അമ്മ ഒന്ന് കൂടെ പോകണം കേട്ടോ, ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരിക്കും ആ വണ്ടിയിലുള്ളത്, അമ്മ കൂടെ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ, എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും പുറത്തോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുക. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും, ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നിടി, എനിക്ക് അങ്ങനെ അനുഗ്രഹം തന്നതാ, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഒരു ഹിന്ദുവായി എൻ്റെ ഒരു കൂട്ടുകാരി ഐശ്വര്യ എന്ന് പറഞ്ഞവൾ ഹിന്ദുവാണ്.
അവൾ ഞാനിങ്ങനെ എടുത്തിട്ടാടി എനിക്ക് ഒഴിച്ച് കിട്ടിയത്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ എൻ്റെ എവിടെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ കാശിരൂപം കൊന്തയില്ലാതെ ഞാൻ പോവാറില്ല. അമ്മയോട് പറഞ്ഞിട്ടാണ് പോണത്, പേടി മാറ്റിത്തരണം, എൻ്റെ കൂടെ അമ്മയുള്ളൂ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, അവിടെ ചെന്നിട്ട് ഒരു നല്ല കാലാവസ്ഥ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ഞാൻ പിന്നെ പള്ളിയിൽ പോയി പറ്റുമ്പോൾ ഇപ്പം നൈറ്റാണെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റാറില്ലെങ്കിലും ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, പത്രങ്ങൾ കൊടുക്കും, അങ്ങനത്തെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. ഇപ്പം പള്ളി പോവാതിരിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഞാൻ പറയും പ്രാർത്ഥിക്കും, മാതാവിൻ്റെ അനുഗ്രഹം വലുതാ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. യേശുവും പരിശുദ്ധ അമ്മയും തന്ന ഓരോ അനുഗ്രഹം. ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. എൻ്റെ പേര് പൂജ മോഹൻ, തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 8/6/2024. ഉടമ്പടി എടുത്തു എന്നല്ല, അമ്മ മാതാവിനെ എങ്ങനെ എനിക്ക് പരിചയം, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് പരിചയമെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രം വഴിയോ ആരും അത് മെസ്സേജ് വഴിയോ ഒന്നുമല്ല എനിക്ക് അമ്മ മാതാവിനെ അറിയാവുന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഫേസ്ബുക്കിലൂടെ മാതാവിൻ്റെ കുറേ ഫോട്ടോസ്, അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ സാക്ഷ്യങ്ങൾ. അപ്പം എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, ഇവിടുത്തെ എങ്ങനെയാണ്, ഉടമ്പടി എന്താണ്, ഇങ്ങനെ. അപ്പം എനിക്കൊരാഗ്രഹം ഇവിടെ വരണമെന്ന്, വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ വരും, വീട്ടിലെങ്ങനെ ഞാൻ പറയും, അവരെങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ. അപ്പം എന്നിട്ടും ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം മൊത്തം കാണും, എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെ ഇവിടെ എത്തും? യൂട്യൂബിൽ സെർച്ച് ചെയ്തു, കലവൂരെത്തിയിട്ട് ബസ്സിൽ വരണം. അപ്പം ഞാൻ എല്ലാ ലൊക്കേഷനും എല്ലാം മനസ്സിൽ വെച്ചു, എപ്പോഴെങ്കിലും എന്തെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാമല്ലോ, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇരുന്നു. അപ്പോഴത്തേനും എൻ്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ ടീച്ചർ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്, രേഷ്മ എന്നാണ് പേര്. അപ്പം പറയും, ചേച്ചി നമുക്കൊരു ദിവസം പോവാം, ഒരുമിച്ച് പോകാം, എൻ്റെ അമ്മയും കൂടെ വിളിക്കാം, നമുക്ക് പോയിട്ട് മാതാവിനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ശരി, അങ്ങനെ ആവാം. ഞാൻ വീട്ടിൽ നിന്നിങ്ങനെ പറയും, അച്ഛനോടങ്ങനെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് കാണണം. ഒന്നും പറഞ്ഞില്ല, പൊയ്ക്കോ. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 3:30 ബസ് ട്രെയിനിന്, ഏറനാട് എക്സ്പ്രസ്സിന് ഞങ്ങൾ വന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 23 രൂപ കൊടുത്ത് ബസ്സിൽ കയറി കലവൂരിറങ്ങി, 30 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിൽ വന്നു, ഇറങ്ങി. ഉടമ്പടി എടുക്കണം എന്താണെന്നൊന്നും അറിയില്ല, നേരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു, നേരെ അവിടെയാണ് പുതിയ ഉടമ്പടി എടുക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ തിരക്കുമില്ല, ഞങ്ങളെ കൊണ്ട് ടിക്കറ്റും എടുപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതായിരിക്കും നിയോഗം, എടുക്കാം, ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇരുന്നു. അപ്പം അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുകയായിരുന്നു, വിശുദ്ധ കുർബാന. അപ്പോഴത്തേനും അച്ഛനെ ടി വിയിൽ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. മമ്മൂട്ടിയെ മോഹൻലാലിനെയും കണ്ടതുപോലൊരു സന്തോഷമായിരുന്നു മുഖത്ത്. അച്ഛൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ കുറേ നേരം അവിടെ നിന്നു. അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കണ്ടു, സന്തോഷം. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥനയുണ്ട്, ഞാൻ 9:30 ഉടമ്പടിക്ക് കയറും, ഞാൻ പ്രാർത്ഥിക്കും, എഴുതും, എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആ കുട്ടിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി എടുക്കാൻ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്ലാസ് ഒന്നും അധികം മനസ്സിലാവില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം കേട്ടു. ഉടമ്പടി ഇങ്ങനെയാണ്, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ 90 ദിവസം നന്നായിട്ട് കൊണ്ടുപോകണം, എല്ലാം കേട്ട് കഴിഞ്ഞു. അവിടെ നിന്നിട്ട് പറഞ്ഞു, 6 നിയോഗം വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ 6 നിയോഗം വെക്കുക. എന്ത് വെക്കും? ആദ്യത്തെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, അമ്മ മാതാവേ, ഒരിക്കലും നീ എന്നെ വിട്ട് പിണങ്ങി പിരിഞ്ഞു പോകരുതേ എന്ന്. എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആദ്യത്തെ ഒരു നിയോഗം ഞാൻ അതാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെക്കേണ്ടി വന്നതുകൊണ്ട് 4-5 പ്രാവശ്യം വെച്ചു. അപ്പോൾ അവിടുത്തെ ആ സാറ് പറഞ്ഞു, ഒരു നിയോഗം അമ്മ മാതാവിന് വേണ്ടി വെക്കണമെന്ന്. ഞാനത് ആദ്യമേ വെച്ചു. 1ാമത്തെ നിയോഗമായിട്ട് വെച്ചു, എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്, എന്നോട് പിണങ്ങി പോകരുത് എന്നുള്ള കാര്യം. അതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കാര്യം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയില്ല, എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ലൂക്ക 18:1, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അത് തന്നെയാണ്, ദൈവത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇനി എൻ്റെ നിയോഗം, 1ാമത്തെ നിയോഗം, 8 വർഷം കൊണ്ട്
വീടിൻ്റെ 2 പ്രമാണം ജപ്തിയിൽ വെച്ചൊക്കെയാണ്. അപ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്തിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ജപ്തി ഒഴിവാക്കി തരണേന്ന് പ്രാർത്ഥിച്ച് വെക്കാം. അങ്ങനെ ഞാൻ നിയോഗം എഴുതിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് അച്ഛനെ കണ്ടൊരു ബ്ലെസ്സിങ് വാങ്ങിച്ച് പോയാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു പ്രമാണം ക്ലിയറായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന്. പിന്നെ പോയി എല്ലാ മാസവും വരും കേട്ടോ. ആരെങ്കിലും വിളിച്ച് എങ്ങനെയെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവിടെ എത്തും. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടെത്തിക്കും. പത്രം വാങ്ങിച്ച് പോവും. രാത്രിയാവും എത്തും. എന്നാലും ആരെങ്കിലും വരും, കൂടെ ആരെങ്കിലും കാണും. അങ്ങനെ വന്നു. 2ാമത്തെ പ്രാവശ്യം പ്രമാണം കൊണ്ടുവന്നു. അവിടെ ചെന്ന് എഴുതി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു എവിടെയാണോ ജപ്തി ഉള്ളത് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ചെന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ജപ്തി മാറ്റാനല്ലല്ലോ പറയണ്ടേ, ജപ്തി മാറ്റി വസ്തു വിൽക്കാൻ വേണ്ടിയല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞില്ല, ഞാൻ ജപ്തി മാറ്റി തരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഉടമ്പടി ഇതെടുത്തോണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ വന്ന് 3 ലക്ഷം രൂപ കൊടുത്ത് ജപ്തി മാറ്റി. അതാണ് പറഞ്ഞത്. എഴുതുമ്പം നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ക്ലിയറായിട്ട് അമ്മ മാതാവിന് മനസ്സിലാകുന്ന രീതിയിൽ വെക്കണം. ജപ്തി മാറ്റി തന്നിട്ട് എനിക്ക് 8 വർഷമായി ജപ്തി മാറ്റി ക്ലിയർ ചെയ്ത് തന്നിട്ട് ഈ ഒക്ടോബർ 18-ാം തീയതി ആ ഒരു വസ്തു വിറ്റ് മറ്റേ വസ്തുവിൻ്റെ പ്രമാണം എടുത്ത് എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ആര് സാധിച്ചെന്ന്? അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് സാധിച്ചത്, വേറെ ആരുമല്ല. എനിക്കിവിടെ നിന്ന് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. സത്യമായ കാര്യമാണ്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യം. വിശ്വസിച്ച അമ്മ മാതാവ് കൂടെ ഇറങ്ങി വരും. അത് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് 30 വർഷമായി. 30 വർഷത്തിൽ വീടിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിച്ച ആളുടെ പേരിൽ തന്നെയായിരുന്നു. അമ്മയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് നോക്കിയിട്ട് ഒന്നും നടന്നില്ല. എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, കോർപ്പറേഷനിൽ കയറി ഇറങ്ങി, ഒന്നും ആയില്ല. അവസാനം പുതിയ പ്ലാൻ വരച്ച് ഇത് എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. അവർ വന്നു, എൻജിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആൾക്കാർ വന്ന് വീട് നോക്കിയപ്പം പറഞ്ഞു എല്ലാം ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. മാതാവിൻ്റെ ഇടപെടൽ മൂലം ഒരു പുതിയ എൻജിനീയർ വന്നു. ഞങ്ങൾ സൈറ്റ് കണ്ടു, എല്ലാം ക്ലിയറാക്കി ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി ഞങ്ങൾക്ക് ആ രേഖ പുതുതായിട്ട് തന്നു. അതുകൊണ്ട് അത് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതിന് കോടാനുകോടി അമ്മ മാതാവിന് നന്ദി പറയുന്നു. പരിശുദ്ധ ഉപ്പ്, അത് എൻ്റെ അച്ഛൻ കൂടെ വന്നിട്ടില്ല. അച്ഛനൊരു ദിവസം ജോലിക്കിടയിൽ തലയിറങ്ങി വീണു. അപ്പോഴത്തേനും വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ചെല്ലണം എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ സീറ്റ് എടുത്തിട്ടൊക്കെ ഉണർന്നിട്ടില്ല, തട്ടി വിളിച്ചിട്ട് ഉണർന്നിട്ടില്ല. അച്ഛൻ വരും, അച്ഛൻ്റെ കൂടെ വന്നെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴും ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉപ്പും തൈലവും ഒക്കെ കയ്യിൽ കൂടെ ഉണ്ടാവും. അച്ഛന് ഉപ്പ് കൊടുത്തു. സത്യം പറയിട്ട് ഉപ്പ് കൊടുത്ത്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഉപ്പ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല, എൻ്റെ കൂടെ എണീറ്റ് വന്നു. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസത്തോടു കൂടി അത് മുന്നോട്ട് ഇറങ്ങി നമ്മൾ അമ്മ മാതാവിനെ പ്രാവശ്യം അമ്മ കൂടെ വരും. ഞാൻ എന്ത് കാര്യവും അമ്മയോടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ എന്നും ജപമാല ചൊല്ലും. അമ്മയെ ഞാനും മോനും ഒക്കെ കൂടെ ഇരുന്ന് അവനെ അറിയില്ല എങ്കിലും കൂടെ വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓരോ ദിവസമുള്ള കാര്യങ്ങൾ ചെന്ന് പറയുമ്പോഴേ മാതാവ് ചെവി പൊത്തും. കാരണം വന്ന് അടുത്ത പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് വരുവാണ്, അടുത്ത പരാതി പറയാൻ വരെയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 38 വർഷം കൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇത് അറിഞ്ഞില്ല, ഇവിടെ എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ അത്രയ്ക്ക് അത് അനുഭവിക്കണമായിരുന്നിട്ടുണ്ടാവും. കാര്യം ഇവിടെ വന്നപ്പോഴത്തേനും എൻ്റെ പകുതി എല്ലാം എനിക്ക് മാതാവ് മാറ്റി തന്നു. ഇനിയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുന്നിൽ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് അമ്മ മാതാവ് ഇല്ലാതെ പറ്റൂല. അതങ്ങനെ ആയിപ്പോയി. അമ്മ മാതാവ് കൂടെ വേണം. എന്ത് കാര്യത്തിനും ഏതിനും മാതാവേന്ന് വിളിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അമ്മ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നോട് പിണങ്ങി പോകരുതേ എന്നാണ് ഞാൻ ഈ അവസാനം വരെയും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസം വന്ന് പത്രം വാങ്ങിക്കുമല്ലോ. പത്രം എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. കടകളിൽ, ബസ് സ്റ്റാൻഡിൽ എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. ചിലവർ പത്രം വാങ്ങിക്കില്ല. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹസ്ബൻഡ് പറയും അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പം അടുത്ത ആളെടുത്ത് കാര്യം പറഞ്ഞിട്ട് കൊടുക്കും. വാങ്ങിക്കുന്നവരുണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ പത്രം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കും. ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കാം. പക്ഷേ ഹോസ്പിറ്റലാകുമ്പോൾ പൊതിച്ചോറ് കൊടുക്കാൻ ചില സിസ്റ്റേഴ്സ് സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ ക്യാഷ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. അത് മെഡിക്കൽ കോളേജ്
ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറുകൾക്കൊക്കെ കൊടുക്കും, അവർ വന്ന് വാങ്ങിക്കും. പിന്നെ ഇതിന് ഉടമ്പടിക്ക് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പ്രാർത്ഥന എങ്ങനെയാണെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിനും അമ്മ മാതാവേ എന്ന് വിളിക്കാതെ ഞാൻ ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങില്ല. എനിക്ക് വിളിച്ച വിളി കേൾക്കും, അത്രയ്ക്കാണ്. നമുക്ക് എന്ത് വിഷമമുണ്ടോ നമ്മളൊന്ന് വിളിച്ചാൽ മാത്രം മതി. എന്ത് കാര്യങ്ങൾ ഇവിടെ ഗൾഫിൽ പോകാനാണെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സാവാനാണെങ്കിലും ജർമ്മനി പോകാനാണെങ്കിലും എന്തിനും നിങ്ങൾ വിശ്വസ്തയോടുകൂടി ഇറക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എല്ലാം സർവ്വമായിട്ട് അമ്മ മാതാവ് തരും. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അമ്മ മാതാവ്